തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10-15 ദിവസത്തിനകത്ത് എനിക്ക് നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങി. നന്ദുവിനൊക്കെ ഭയങ്കര പണിയായിരിക്കും ഇനി അങ്ങോട്ട്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ വേറെ പല ചാനലുകളിലാണെങ്കിലും അപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ BJPയുടെ സാധ്യത അന്ന് വളരെ വലുതായിരുന്നു. പക്ഷേ കപ്പിനും ചുണ്ടിനുമിടയിൽ പലപ്പോഴും തെറിച്ചു പോകപ്പെട്ടിട്ടുണ്ട് നഗരസഭാ ഭരണം പലപ്പോഴും. ഇപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതിനകത്ത് വളരെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ച് പണി കൂടുതലാണ്. സ്വാഭാവികമായും കേരളത്തിലെ തലസ്ഥാനവാസികളുടെ വികസന പ്രതീക്ഷകളെ നെഞ്ചേറ്റുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്താൽ മാത്രമാണ് അവിടെ എത്താൻ സാധിക്കുക. കാരണം ഞങ്ങൾ ആരോടാണ് നേരിടുന്നത്? കേരളത്തിൽ അധികാരത്തിൻ്റെ ഹുങ്കിൽ അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കന്മാരെയുമാണ് ഞങ്ങൾക്ക് തെരുവിൽ നേരിടേണ്ടത്. സ്വാഭാവികമായും സാമ്പത്തികമായി തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരസഭ CPMൻ്റെ കറവ പശുവാണ്. ആ കറവ പശുവിനെ വിട്ടുകൊടുക്കാൻ CPM ഒരു കാലഘട്ടത്തിലും തയ്യാറാവില്ല. അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും അവരിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഞങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ പറയില്ലേ, ചെറ്റത്തരത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോകും എന്ന് പറയുന്നത് പോലെ CPM ഏത് അറ്റം വരെയും പോകും ഈ നഗരസഭയുടെ ഭരണം തിരിച്ചൊന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞതുപോലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെട്ടു? ഞങ്ങൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും, 3-ാം സ്ഥാനത്തേക്ക് പോയ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വോട്ടുകൾ താങ്കൾ പരിശോധിച്ചാൽ അതിൻ്റെ മുൻ 10 വർഷം മുന്നേയും 10 വർഷത്തിനിടയിലുള്ള വോട്ടുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും CPMും കോൺഗ്രസും നടത്തിയിട്ടുള്ളൊരു അന്തർധാരയുടെ ഭാഗമായി ഞങ്ങളെ പരാജയപ്പെടുത്തിയതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഘട്ടം കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി കൈകോർത്ത് പിടിച്ചാലും ഞങ്ങൾ പരാജയപ്പെടും എന്ന് CPMും കോൺഗ്രസും ധരിക്കുന്ന ആ കാലഘട്ടം കഴിഞ്ഞു. ഞങ്ങൾ ഇനി വിജയത്തിലേക്കാണ്. അത് ഞങ്ങളുടെ മേനിയല്ല, BJPയുടെ ഒരു മെറിറ്റല്ല. BJPയുടെ മെറിറ്റിനപ്പുറത്ത് വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ, വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ, വികസിത അനന്തപുരി എന്ന് പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സ്ലോഗനെ കേരളത്തിലെ തലസ്ഥാനവാസികൾ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കതിൽ കിട്ടുന്ന ഒരു അഭിമാനദായകമായിട്ടുള്ള ഒരു അവസരം. ഞങ്ങൾ വളരെ കോൺഫിഡന്റ്. എന്താണ് നിങ്ങൾ ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്? ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം മാത്രമായിരിക്കില്ല എന്ന് തോന്നുന്നു. എനിക്ക് തൃശ്ശൂർ അടക്കമുള്ള നഗരസഭകളിലേക്ക് നിങ്ങളുടെ തൃശ്ശൂരും തിരുവനന്തപുരം മാത്രമല്ല. അത് ശരി, അതിലേക്ക് വരാം. അപ്പോൾ ഈ തിരുവനന്തപുരത്തിന് നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ? നിങ്ങളിവിടെ ഭരിച്ചിട്ടില്ല, ഇവിടെ നിങ്ങളുടെ ഭരണ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ നിയമസഭ ഭരിച്ചിട്ടില്ല. നിയമസഭയിൽ തന്നെ ആകെ ഒരാളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? അതൊരു കുറവൊന്നുമല്ല. 2 ആൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് കഴിഞ്ഞ 3 ടേമായിട്ട്. അതിലൊന്നും കാര്യമില്ല. പക്ഷേ എങ്കിലും നിങ്ങളെ തിരിച്ചറിയാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദം നിങ്ങൾക്ക് അവർ തന്നിട്ടില്ല. എങ്ങനെയാണ് പക്ഷേ പ്രതീക്ഷകൾ അത്രത്തോളം എത്താൻ കാരണം? ഞങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ആ വാദത്തെ ഞാൻ അംഗീകരിക്കില്ല. കാരണം ഇന്ന് സുരേഷ് ഗോപി MP ആയിട്ട്, കേന്ദ്രമന്ത്രിയായിട്ട് തൃശ്ശൂരിൽ നിന്ന് തലസ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനൊത്ത് ആ കളത്തിൽ ഞങ്ങൾക്ക് ചില സമയത്ത് പരാജയം അറിയേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ വിജയിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്കതിലൊരു സംശയവുമില്ല. ജനങ്ങളാണ് ഏറ്റവും അവസാനം അവരുടെ ചൂണ്ടുവിരലിൽ അവർ മഷി തേച്ച് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്ന് 20% വോട്ടിലേക്ക്, ആദ്യം 2-3% വോട്ടിൽ നിന്ന് ഇന്ന് 20% വോട്ടിലേക്കൊക്കെ ഞങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കരുണയാണ്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയെ അവരുദ്ദേശിക്കുന്ന നിലയിലേക്ക് മികച്ചതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു BJPക്ക് എന്താണ് BJPക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഭരണം കിട്ടിയില്ല. ഞങ്ങളുടെ 2 ടേമിലായി 35 കൗൺസിലർമാർ, ആ 35 കൗൺസിലർമാരുടെ വാർഡുകളിൽ നടന്നിട്ടുള്ള വികസനം ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഓരോ കൗൺസിലർമാരും മികച്ചതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വിജയിക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ട് അതൊരു പാറ്റേൺ എന്നുള്ള നിങ്ങളൊരു കൗൺസിലർ നിങ്ങളെ കൂടെ നിന്നിട്ട് അവസാനം കലുവായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, വിജയകുമാരിയാണെന്ന് തോന്നുന്നു. അല്ലല്ല, അതൊക്കെ ഒറ്റപ്പെട്ട ചില ആളുകളുടേതാണ്. അതൊന്നും BJP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ അതിജീവിച്ചു. അതൊന്നും ഒരു കാര്യമില്ല. അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ്, അതായത് ഞങ്ങളുടെ ടേം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് സ്ഥാനാർത്ഥിയാവാൻ പരാജയപ്പെട്ടില്ലേ? ആ വാർഡിൽ അവർ പ്രതിനിധീകരിച്ചിരുന്ന അതേ വാർഡിൽ അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആശയത്തിനാണ്, ഞങ്ങളുടെ ആദർശത്തിയല്ല, അത്രേ ഉള്ളൂ. ഒരു വ്യക്തിക്കും ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ മോദിയാണ് നിങ്ങൾ എപ്പോഴും മോദി എന്ന് പറയുന്ന ഒരു ആശയമാണെന്ന്. മോദി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്.
ആശയം മാത്രമേ അല്ല, വ്യക്തി മോദി- അല്ല, ഞാൻ അതിനെ എതിർക്കുകയല്ല അല്ല, ചെയ്യുന്നത്. മോദി നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഞാൻ- അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് അതിനെ കൂടുതലായിട്ട് സംസാരിക്കാം. പക്ഷേ മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയല്ലേ ഇത് മുന്നോട്ട് അല്ല, പോകുന്നത്? എന്തുകൊണ്ട് ഇതേ സമീപനമല്ലേ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി അല്ല നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടുന്നത് ഒരു വിഷന്റെ നേതാവായിട്ടാണ്, അല്ലാതെ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല ഉയർത്തിക്കാട്ടുന്നത്, അദ്ദേഹത്തിന്റെ വിഷനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. കാരണം നിങ്ങൾ നോക്കൂ, ഒരു കോവിഡ് പോലെ ഇത്രയും വലിയൊരു പ്രശ്നം വന്നിട്ട് എന്തുകൊണ്ടാണ് ഭാരതം മറ്റു രാഷ്ട്രങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ നിന്നത്? മറ്റൊരു അവസ്ഥയിലായിരുന്നുവെങ്കിൽ, മറ്റൊരു ഭരണകർത്താവായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു. പക്ഷെ അവിടെ സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കുന്നു, രാജ്യത്തെ മുഴുവൻ ആളുകളെയും വാക്സിനേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനപ്പുറത്ത് രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ എത്തിച്ചു കൊടുക്കാൻ ഒരു സർക്കാരിന് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹീസ് എ വിഷണറി ലീഡർ. അദ്ദേഹം ഒരു ലീഡർ എന്നുള്ളതല്ല, അദ്ദേഹം ഒരു വിഷന്റെ, ഒരു കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ ഒരു പ്രതീകമാണ്. ഞങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തെ. പിണറായിക്ക് അങ്ങനെയുള്ള വിഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. ചേട്ടൻ നാളെ ജനങ്ങളെ കാണണ്ടേ? ഞാൻ ചോദിക്കുന്നതാണ് വിഷൻ ഇല്ലാത്തൊരു പപ്പടത്തിന്റെ കവറിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആൾക്ക് എന്ത് വിഷനാണെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇതിനകത്ത് നമ്മുടെ വിഷയം ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കിയത് സ്മാർട്ട് സിറ്റി എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു 5 നല്ല റോഡ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന സ്മാർട്ട് സിറ്റിയുടെ റോഡേ ഉള്ളൂ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യാൻ എന്നുള്ള ഗതികേടിലേക്ക് അവരെത്തി. അത് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. റിയാസ് മനിങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് 2032 ഞങ്ങളുടെ പളവളാന്നുള്ള റോഡ്. അതെങ്ങനെ NH? അപ്പോ അതൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണാതെ പോയിട്ടില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കേണ്ടത്, ഇത്ര പതിറ്റാണ്ടുകൾ ഇവർ ഭരിച്ചിട്ടും നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല? വെള്ളക്കെട്ട്, കൃത്യമായിട്ടുള്ള വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? തിരുവനന്തപുരത്ത് വരുന്ന മാലിന്യം, മേയർ പറയുന്നത് മാലിന്യം മുഴുവൻ പന്നി തിന്നോളും എന്നാണ് മേയറുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവാണ് കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ നഗരസഭ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വിഷൻ എന്താണ്? ഞാൻ നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അവരുടെ വിഷൻ എന്താണ്? അത് പന്നി തിന്നോളും എന്ന പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണോ തിരുവനന്തപുരം നഗരസഭയെ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരാലാണോ തിരുവനന്തപുരം നഗരസഭ ഭരിക്കപ്പെടേണ്ടത് എന്ന് സ്വാഭാവികമായും തിരുവനന്തപുരത്തെ പൊതുസമൂഹം. പിന്നെ തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രത്യേകത എന്താ? തിരുവനന്തപുരത്തെ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി, കൃത്യമായ അടയാളപ്പെടുത്തലോടുകൂടി, കൃത്യമായി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സമൂഹമാണ് തിരുവനന്തപുരത്തെ സമൂഹം. അത് സ്വാഭാവികമായി അവർ BJP ഉയർത്തുന്ന വികസന രാഷ്ട്രീയത്തെ അവർ കാണുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും BJPയുടെ വികസന രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുള്ള വലിയ പങ്ക് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട്. അവരിതൊന്നും കാണാതെ ഒന്നും ഇരിക്കുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് BJPയേക്കാൾ ഉപരി അത് തിരുവനന്തപുരത്തെ തലസ്ഥാനവാസികളാണ്. ഇവിടുത്തെ റോഡ് ഗതാഗത സംവിധാനങ്ങൾ മാറണം, ഇവിടുത്തെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മാറണം, ഇവിടുത്തെ തെരുവുനായ ശല്യം. നിങ്ങൾ തിരുവനന്തപുരത്ത്, ഞാൻ മെനഞ്ഞാന്ന് വന്നിറങ്ങുമ്പോൾ, അടൂര് പോയിട്ട് വന്നിറങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ്, അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനലിനകത്ത് തെരുവ് നായ്ക്കൾ ഓട്ടിക്കുകയാണ് ആൾക്കാരെ. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഉണ്ടോ എന്ന ചോദ്യമല്ലേ? ഇവിടെ 3 വയസ്സുകാരനും 4 വയസ്സുകാരനും പട്ടികടി കേൾക്കുന്നു. ഇവിടെ എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്താണ് അവരുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ? ഞങ്ങൾക്ക് കൃത്യമായി അടക്കമുള്ള വെള്ളക്കെട്ട് ഭയങ്കര, താങ്കൾ പറഞ്ഞ ഒരു കാര്യമാണത്. വെള്ളക്കെട്ട് നമുക്കൊരു മഴ പെയ്താൽ ഈ നഗരത്തിന്റെ ഒരു പരിസരത്തും എത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് അധികാരത്തിൽ കയറും. ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നും നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അധികാരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പറയാനും കഴിയില്ല. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത് മാത്രമാണോ? അല്ല, ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുൻപ് ജോയ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഇവിടെ ആമഴഞ്ചൻ തോട് വൃത്തിയാക്കുമ്പോൾ മരണപ്പെട്ടു. അന്ന് അവിടെ മേയർ അടക്കമുള്ള ആളുകൾ TV-കൾക്ക് ചാനലുകൾക്ക് മുന്നിൽ നിന്ന് കുറേയധികം വർത്തമാനങ്ങൾ പറഞ്ഞു. ഇന്ന് എനിക്കും താങ്കൾക്കും കൂടി ഒരു ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോവാം. അവിടെ ഇന്നത്തെ അവസ്ഥ എന്താ? പഴയ അവസ്ഥയാണ്. അത് ഒരു സർക്കാരിന് ഒരു അലാറം കിട്ടുകയാണ്, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നടന്നു, അപ്പോൾ ഇനി ഒരു ജീവൻ അവിടെ പൊലിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അലാമിനനുസരിച്ച് ആ കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കി അവിടെ എന്താണോ ഉചിതമായി ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയല്ലല്ലോ, ഉചിതമായി എന്താണോ വേണ്ടത് അത് ആലോചിച്ച് അതിനെ തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. അങ്ങനെ ഇച്ഛാശക്തിയുള്ള സർക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്, ഒരു സംവിധാനം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചവർ വേസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പന്നി കഴിക്കും എന്ന് പറയുന്ന ആളിനോട് പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? നിങ്ങൾ വളരെ സരസമായിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം മറ്റൊന്നും കൊണ്ടല്ല. അതായത് നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കാം, നിങ്ങൾക്ക് അധികാരം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അധികാരം കിട്ടിയതിനു ശേഷം ഇതൊന്നും നടന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ കുറച്ച് നാൾ മുന്നേ ഒരു ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു.
അത് നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട എന്താ, ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന തിരുവനന്തപുരം സിറ്റി പെട്ടെന്ന് തന്നെ അത് ഡ്രെയിൻ ചെയ്തു പോകുന്ന ഒരു രംഗം നമ്മൾ കണ്ടില്ലേ. അപ്പോൾ കഴിയും. അതിന് വേണ്ടത് ഒരു കാര്യമാണ് ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഇച്ഛാശക്തിയിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ പ്രതീക്ഷ ഞങ്ങൾക്ക് അല്ലല്ല, ഞങ്ങളത് കാണിച്ചിട്ടുണ്ടെന്ന്. തിരുവനന്തപുരത്ത് കാണിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ലെന്ന്. തീർച്ചയായും ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പലതും ചെയ്ത് കാണിച്ചില്ലേ. ശരി, നിങ്ങൾ ഒരു കാലത്ത് നടക്കില്ലെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയില്ലേ മിനിറ്റുകൾ കൊണ്ട്. ഒരു 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 രക്തച്ചൊഴിച്ചിൽ പോയിട്ട് ഒരു തുള്ളി രക്തം ചിന്താൻ ആരെങ്കിലും തയ്യാറായി? ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ പലരും നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞേ, ഇവിടെ രക്തകലുഷിതമാകും എന്ന് പ്രസംഗിച്ചവർക്ക് പോലും ഒരു തുള്ളി രക്തം സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു പോന്തൽ പോന്തി ഒരു തുള്ളി രക്തം ചിന്താൻ സാധിച്ചില്ലെന്ന്. ഇത് ഒരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പാണ് എപ്പോഴും പ്രദേശങ്ങളിൽ. അവിടെ പരിചിതരായിട്ടുള്ളവരുണ്ടാകും. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഈ ചിരപരിചിതരുടെ ഒരു സംഗമവേദിയാണ് എപ്പോഴും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്നത്. അവിടെ കൗൺസിലർ ആവുന്ന ചിലപ്പോൾ എനിക്ക് നന്ദു എൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനാണ് മത്സരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ എനിക്കായിരിക്കും, എൻ്റെ രാഷ്ട്രീയമല്ലായിരിക്കും ചിലപ്പോൾ മുഖ്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിലാണോ നിങ്ങളുടെ വിശ്വാസം, അതോ നിങ്ങളുടെ ഈ കൃത്യമായ രാഷ്ട്രീയവും നിങ്ങളുടെ വികസന അജണ്ടകളുമാണോ ഇതിൻ്റെ രാഷ്ട്രീയ നിർവഹണം? ഇപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ തിരുവനന്തപുരത്തിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കാൻ പോകുന്ന പഞ്ചായത്ത്, തദ്ദേശ, ജില്ലാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഞാൻ തിരുവനന്തപുരം സ്പെസിഫൈ ചെയ്ത് പറയാം. തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനിപ്പം തിരുവനന്തപുരത്തിൻ്റെ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവും. അതാണ് പ്രാധാന്യത്തോട് താങ്കൾ എന്നെ ചോദിച്ചതുകൊണ്ടാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് താങ്കൾ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില വ്യക്തിബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഇതെല്ലാം വേദിയാവാറുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞു. അതായത് ഒരു 7.5 പതിറ്റാണ്ട് ഈ പറയുന്ന സൗഹൃദത്തിനും പാർട്ടികളെയും ഒക്കെ നോക്കി ഞങ്ങളുടെ പാർട്ടി എന്നൊക്കെ വിചാരിച്ച് വോട്ട് ചെയ്തു തിരുവനന്തപുരത്തെ ജനങ്ങൾ. പക്ഷേ 7.5 പതിറ്റാണ്ട് കൊണ്ട് എന്ത് ലാഭം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റിൽ സീറോയും ഇപ്പുറത്തെ ബാലൻസ് ഷീറ്റുകളിൽ കോടികൾ ആസ്തിയുള്ള കൗൺസിലർമാരായിട്ടുള്ള ആളുകളെയൊക്കെയാണ് അവർ കാണുന്നത്. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തിരുവനന്തപുരം ചിന്തിക്കാൻ പോകുന്നു, ഇനി തിരുവനന്തപുരം ഇങ്ങനെ പോയാൽ പോരാ, അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. ഒരു 40 വയസ്സുകാരൻ ചിന്തിക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാവില്ല. ഒരു 60 വയസ്സുകാരൻ ചിന്തിക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾക്കോ ഈ സംസ്ഥാനത്ത്, ഈ തലസ്ഥാനത്ത് ജീവിക്കുമ്പോൾ അവർ ഞങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി പാടില്ല. ഒരു മഴ പെയ്യുമ്പോൾ വീട്ടിൻ്റെ അടുക്കള വരെ വെള്ളം കയറി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എൻ്റെ മക്കളോ ചെറുമക്കളോ പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനത തിരുവനന്തപുരത്തുണ്ട്. ആ ജനത തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനും മതത്തിനും സമുദായത്തിനും എല്ലാത്തിനും അപ്പുറത്തായിട്ട് അവർ വികസനത്തെ നോക്കിക്കാണുന്നുണ്ട്, വികസന രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJPയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം നമുക്കുണ്ട് എന്നവർക്ക് ബോധ്യമുണ്ട്. ആ ഇച്ഛാശക്തിയുള്ള നേതൃത്വത്തിന് അവർ വോട്ട് ചെയ്യും. ഇനി കേരളത്തിലാകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ വികസന കാഴ്ചപ്പാടിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വോട്ടിംഗ് കേരളത്തിൽ BJPക്ക് അനുകൂലമായി ഉണ്ടാവും. അതും താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ളതോ സൗഹൃദപരമായിട്ടുള്ളതോ സാമുദായികപരമായിട്ടുള്ളതോ ആയിരിക്കില്ല. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ചില ആളുകൾ എണ്ണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ, രാഷ്ട്രീയം പറയുമ്പോൾ ചില കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കൾ പറഞ്ഞു നിങ്ങൾക്കൊരു 35-40 സീറ്റ് വരെ കിട്ടാം, BJPക്ക് ഞങ്ങൾ 50 സീറ്റ് പിടിക്കും. CPM 50 സീറ്റ് പിടിക്കും, കോൺഗ്രസ് ഒരു 8-9 സീറ്റിലേക്ക് താഴെ പോകും. കോൺഗ്രസ്സുകാരൻ തിരിച്ചു പറയും, BJPക്കാരൻ ഇതിനെല്ലാം മേളിൽ പറയും. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് കണക്കൂട്ടുന്ന ഒരാളുണ്ടെന്ന്, ഒരു കണക്ക് കൂട്ടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് രാഷ്ട്രീയം വെച്ചല്ല കണക്ക് കൂട്ടുന്നത്. അവർ കണക്ക് കൂട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കുണ്ടായ കഷ്ടപ്പാടുകൾ എൻ്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ പുത്രനോ പൗത്രനോ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് ഞങ്ങളൊരു ഇപ്പം UK-യിലേക്ക് പോകാൻ നിൽക്കുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് തമ്പാനൂരിൽ വെള്ളക്കെട്ട് കണ്ടിട്ട് അവൻ പോയി CPM നോട്ട് ചെയ്ത് കൊടുക്കുമോ? വോട്ട് ചെയ്യോ? ചെയ്യില്ല. അയാൾ കൃത്യമായി ചിന്തിക്കുന്നത്, അയാൾ നോക്കുമ്പോൾ ഇൻഡോർ പോലെ ഇത്രയും മലിനമായിരുന്ന ഒരു തലസ്ഥാനത്തെ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്ത ഒരു വിഷൻ ലീഡർഷിപ്പ് ഉണ്ടെന്ന്. ആ വിഷൻ ലീഡർഷിപ്പ് BJPയുടെ ലീഡർഷിപ്പാണ്. അവരത് കാണുകയല്ലേ. ഇത്രയും കാലമായിട്ട് അത് ആ കാഴ്ച ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാലം എല്ലാവരുടെയും വായികൾ ഒരുപാട് കാലം ഒന്ന് മൂടി വെക്കാൻ സാധിക്കും. സത്യത്തിൻ്റെ മുഖം മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുമ്പോൾ അധിക നാൾ സത്യത്തിൻ്റെ മുഖത്തെ അങ്ങനെ മൂടി വെക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപാട് കാലം ഒന്നും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടോ സംഘപരിവാർ ഭീകരത എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഞങ്ങളുടെ വികസന രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് മൂടി വെക്കാൻ സാധിക്കില്ല. അത് ജനങ്ങൾ തിരിച്ചറിയും. ആയിക്കോട്ടെ, ജനങ്ങൾ തിരിച്ചറിയട്ടെ. അത് മാത്രമല്ല, കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും നിങ്ങളുടെ അധികാരം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്ത ഉണ്ടല്ലോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോർപ്പറേഷനുകളും ഭരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പക്ഷേ നടക്കില്ലല്ലോ. പകുതിയിൽ കൂടുതൽ കോർപ്പറേഷനെങ്കിലും ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതായത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തിരുവനന്തപുരം തൃശ്ശൂർ എന്നുള്ള മാത്രമല്ലല്ലോ,
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്, കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. സ്വാഭാവികം ഇവിടെ എല്ലാം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പിന്നെ അധികാരമാണ് വരാൻ അധികാരത്തിലേക്ക് ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങള് സന്യാസ പ്രവർത്തനമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അധികാരം പിടിക്കുക എന്നുള്ളതാണ്. അധികാരം പിടിച്ചാൽ മാത്രം ജനങ്ങൾക്ക് അവരുടെ ആവശ്യം അല്ല, ഏത് വഴിയും എന്നുള്ളതല്ല. CPM പോലെയും കോൺഗ്രസിനെ പോലെയും സ്വീകരിച്ച് ഏതെങ്കിലും വഴികൾ സ്വീകരിച്ചുകൊണ്ട് അധികാരം വേണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന അതല്ലേ, ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ഈ അവസരവാദ രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത്. ശരി, ആ അവസരവാദ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കണം. അത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, നിങ്ങൾ കൂടി സഹായിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഈ അവസാനം നമുക്ക് സമയപരിധി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തായാലും നന്ദുവും ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ ചിലപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റുകളിലൊക്കെ എത്തിയേക്കാവുന്ന വ്യക്തി കൂടിയാണ്. നിങ്ങളുടെയും കാഴ്ചപ്പാടും നിങ്ങളുടെയും വിഷനും ഉണ്ടായിരിക്കുമല്ലോ, അതെന്തൊക്കെയാണ്? അല്ല, ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി എന്തു പറയുന്നു അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ എൻ്റെ പാർട്ടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. എനിക്ക് വിഭിന്നമായൊരു കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ സംഘടന എനിക്ക് പഠിപ്പിച്ചു തന്നായിരിക്കണമല്ലോ എൻ്റെ കാഴ്ചപ്പാടല്ല. എനിക്ക് വ്യക്തിപരമായി വേറൊരു കാഴ്ചപ്പാടില്ല. എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ഞാൻ ആർജിച്ചെടുത്ത ഒരു കഴിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ സംഘടന വളരെ കൃത്യമായി, വളരെ ആസൂത്രിതമായി, വളരെ കൃത്യമായി ഈ നഗരസഭ കിട്ടിയാൽ 5 വർഷം കൊണ്ട് എങ്ങനെയാണ് ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ അവർക്ക് അനുഭവേദ്യമാകുന്ന രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റേണ്ടത് എന്നുള്ളതിനെ പറ്റി എൻ്റെ സംഘടനയ്ക്ക് കൃത്യമായ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു അജണ്ടയുണ്ട്. ആ കാഴ്ചപ്പാട് കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കും. ആ കാഴ്ചപ്പാടിനെ ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്, എന്തൊക്കെ തരത്തിലുള്ള അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പഴെടുത്ത് പ്രയോഗിച്ചാലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളെ ഇത്തവണ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളാണ്. അവർ തീരുമാനിച്ചാൽ ജയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.